നമസ്കാരം. ആർടി മീഡിയയുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ വീഡിയോ ചെയ്തു. അപ്പോൾ കുറേ അഭിപ്രായങ്ങൾ കുറേ ആളുകൾ പറഞ്ഞു. അപ്പോൾ പുതിയ വണ്ടി വെച്ചിട്ട് അഥവാ കുറച്ചുകൂടി പവറുള്ള നല്ല വണ്ടി വെച്ചിട്ട് ചെയ്യുന്നതിന് പകരം കുറച്ചുകൂടി ലോ പവറുള്ള വണ്ടി വെച്ചിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് റിക്വസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളെ തന്നെയുള്ള 2011 സാൻഡ്രോണിത്. അപ്പോൾ ഇതെടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമായിരുന്നു. ഇതിപ്പോൾ ഒരു 6 മാസമായിട്ട് വണ്ടി നിർത്തിയിട്ട വണ്ടിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ടയർ ഹാൻഡ് ബ്രേക്ക് ഇട്ട് വെച്ചിട്ട് ടയർ ജാമായി വണ്ടി ഒരു വീൽ അനങ്ങാത്തൊരവസ്ഥയിലാണുള്ളത്. അപ്പോൾ അതൊന്ന് റിമൂവ് ചെയ്യണം. അതിൻ്റെ കുറച്ച് ടിപ്സുമായിട്ടാണ് ഇപ്പം വന്നിരിക്കുന്നത്. ഇതിൽ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ വണ്ടി നിർത്തിയിടുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടിങ്ങനെ വണ്ടി സ്റ്റോപ്പ് ചെയ്തിടരുത്. നമ്മൾ വണ്ടി ഗിയറിൽ മാത്രമേ എന്ത് ചെയ്യാവൂ, നിർത്തിയിടാവൂ. അല്ലെങ്കിൽ ഈ ഹാൻഡ് ബ്രേക്ക് നമ്മുടെ ഡ്രമ്മമ്മൽ കയറി പിടിച്ചിട്ട് അത് സ്റ്റെക്കാവുന്നൊരവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വണ്ടി ടയർ കറങ്ങാത്ത ഒരു സിസ്റ്റം എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ നമുക്കത് ജാക്കി വെച്ച് പൊക്കിയിട്ട് നമുക്ക് ഊരിയെടുക്കണം. അപ്പോൾ നമ്മൾ ജാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മുമ്പായിട്ട് നമ്മൾ ഹാൻഡ് ബ്രേക്കാണോ, വണ്ടി ഹാൻഡ് ബ്രേക്കിലാണ്, അത് നമ്മൾ ശരിക്കും ചെക്ക് ചെയ്യണം. ഏതൊരു സമയത്ത് നമ്മൾ വണ്ടീൻ്റെ ടയറോ അല്ലെങ്കിൽ ജാക്കി വെച്ച് കുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളെപ്പോഴും ഹാൻഡ് ബ്രേക്കിലാണോ വണ്ടി ഉള്ളത്, അതല്ലെങ്കിൽ കല്ല് വെക്കുക അങ്ങനെ എന്തെങ്കിലും സംവിധാനം അതിന് വേണ്ടിയിട്ട് ചെയ്യണം. വലിയൊരു അപകടം ഉണ്ടാകുന്നൊരു സംവിധാനമാണത്. പിന്നെ കുറച്ചൊന്ന് ലൂസാക്കി ഇടുന്നത് നല്ലതാണ്. ഫുള്ള് ജാക്കി പൊക്കുന്നതിൻ്റെ മുമ്പ് വേറൊന്ന് ലൂസാക്കിയിടുക. ഇത് ഒരു 2 മാസത്തോളം ഈ വണ്ടി നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട്. അപ്പോൾ ബാറ്ററി ഊരി പുറത്ത് വെച്ചായിരുന്നു. ഇപ്പോൾ അതൊന്ന് എടുത്തു നോക്കിയപ്പോഴാണ് നമുക്ക് ഈ ബുദ്ധിമുട്ട് വന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു കല്ല് നമ്മളെടുത്തിട്ട് ജാക്കി ഉയർത്താൻ പോവുകയാണ് നമ്മൾ.
നമുക്കൊരു ഹാമർ ആവശ്യമുണ്ടാവും, ചെറിയൊരു ഹാമർ. അപ്പോൾ നമ്മൾ ഇതിനടിക്കുമ്പോൾ ഈ സൈഡ് അടിക്കരുത്, ഹാമർ വെച്ചിട്ട് ജസ്റ്റ് അടിക്കാൻ വേണ്ടിയത് ഈ ഇവിടെ അടി വരരുത്, അതിൽ അതിനൊരു ഇഷ്യൂസ് വരും. അപ്പോൾ നമ്മൾ സൈഡിലാണ് ഇരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് മണ്ണെണ്ണ ഇതിൻ്റെ ഉള്ളിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മണ്ണെണ്ണ എടുത്ത് വെച്ചില്ല, കുറച്ച് മണ്ണെണ്ണ എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലൂടെ ഒഴിക്കുകയാണ്. അതിനുശേഷം ഒന്നുകൂടി നമ്മൾ എന്ത് ചെയ്യുക, അടിച്ചു കൊടുക്കുക. ശേഷം നമ്മൾ ടയർ ഫിക്സ് ചെയ്യാൻ പോകണം. നാല് വീലും ഒരേ രീതിയിൽ ടൈറ്റായി വരണം. ചില സമയത്ത് ഒരു വീല് മൊത്തം ടൈറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള വീല് ചിലപ്പോൾ അത് പൂർണ്ണമായിട്ട് ടൈറ്റായി നിൽക്കണമെന്നില്ല. എല്ലാ വീലും സെയിം ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് നോക്ക്. ഇനി ഓവർ ടൈറ്റ് ചെയ്യുന്നതിനുണ്ട് നമുക്ക് വീലായി ജാക്കിർ. ഇനി നമുക്ക് ബാക്കി വീല് ടൈറ്റ് ചെയ്യാം. വീല് പൂർണ്ണമായിട്ട് ടൈറ്റായെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് നോക്കാം, നമ്മൾ എടുത്ത വർക്ക് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം.
അപ്പോൾ നമ്മുടെ വർക്ക് സക്സസ് ആയി. അപ്പോൾ അതിൽ ഞാനും ഹാപ്പിയാണ്. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ വണ്ടി നിർത്തിയിടുന്ന സമയത്ത് ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് കുറേ കാലത്തേക്ക് വണ്ടി നിർത്തിയിടണം. ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് വണ്ടി നിർത്തിയിടാതിരിക്കുക. അതേപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് ഷെയർ ചെയ്യുക. അതേപോലെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പം ഫ്യൂച്ചറായിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് മെക്കാനിക്കലായിട്ടും അതേപോലെ ഡ്രൈവിംഗ് ടിപ്സുകളായിട്ടും ഒരുപാട് വീഡിയോസ് വരാനുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബെല്ലൈക്കൺ അമർത്തുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, താങ്ക് യു.